നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകത്തെ മാറ്റിമറിച്ച പല കാര്യങ്ങളും നടന്ന സ്ഥലമാണ് ഇറ്റലി. മഹത്തായ റോമ സാമ്രാജ്യം ഇവിടെയായിരുന്നു. ലോകത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ച നവോത്ഥാനം നടന്ന സ്ഥലവും ഇറ്റലി അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഇറ്റലിയിലാണ് ഇത്തവണത്തെ G7 അംഗരാജ്യങ്ങളുടെ യോഗം നടക്കുന്നത്. എന്നാൽ അവിടെ നിന്നുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ഇപ്പോഴത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. അതിനാൽ തന്നെ സ്വാഭാവികമായും ഇറ്റലി ആതിഥേയത്വം വഹിക്കുന്ന ഒരു ചടങ്ങാകുമ്പോൾ അവരുടെ പരമ്പരാഗത രീതിയിലായിരിക്കും അതിഥികളെ സ്വീകരിക്കുക എന്ന് കരുതിയവർ ഞെട്ടി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യൻ പരമ്പരാഗത രീതിയിൽ അതിഥികളെ നമസ്തേ പറഞ്ഞ് അഭിവാദനം ചെയ്യുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ലോകം കണ്ടത്. ഇതെന്ത് മറിമായം എന്നാണ് ലോകം ചോദിക്കുന്നത്. 50ാമത് G7 ഉച്ചകോടിക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ പാരമ്പര്യവും മഹിമയും വിദേശ മണ്ണിൽ പ്രകടമാകുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ നിരവധി പേരെ നമസ്തേ പറഞ്ഞാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തത്. യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയറിനെ കൂപ്പുകൈയോടെ നമസ്തേ പറഞ്ഞാണ് സ്വാഗതം ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിനെയും നമസ്തേ പറഞ്ഞ് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫ്രാൻസ്, UK, അമേരിക്ക, ജർമ്മനി, ഇറ്റലി, കാനഡ എന്നീ 7 വികസിത രാജ്യങ്ങളോടൊപ്പം യൂറോപ്യൻ യൂണിയനും ചേരുന്നതാണ് ഗ്രൂപ്പ് ഓഫ് 7 എന്ന G7 രാജ്യങ്ങൾ. അംഗരാജ്യങ്ങളെ കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങൾ പ്രത്യേക ക്ഷണിതാക്കളാണ്. ഭാരതം തുടർച്ചയായി പ്രത്യേക ക്ഷണിതാവാണ്. കഴിഞ്ഞ വർഷം ജപ്പാനിൽ നടന്ന ഹിരോഷിമ ഉച്ചകോടിയിലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം പങ്കെടുത്തിരുന്നു. ആഫ്രിക്ക, മെഡിറ്ററേനിയൻ, എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വിവിധ സെഷനുകളിലായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെയധികം ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. മുമ്പ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോഴും നരേന്ദ്രമോദിയുമായി ഇത്തരത്തിലുള്ള സൗഹൃദം പങ്കുവച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദിക്കുള്ള സൗഹൃദം പ്രശസ്തമാണ്. എന്നാൽ ലോകത്തിന്റെ തന്നെ സാംസ്കാരിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഇറ്റലിയിൽ നിന്നുള്ള വലതുപക്ഷ നേതാവ് തന്നെ ഇന്ത്യൻ സംസ്കാരത്തെ നെഞ്ചോട് ചേർക്കുന്നത് ഭാരതത്തിന് വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പലരും ഇപ്പോഴും നമ്മുടെ തനത് സംസ്കാരത്തെ രണ്ടാം കിടയായി കരുതുന്ന ഒരു സാഹചര്യത്തിൽ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.